28,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. നോർമൽ ഓട്ടം, അതായത് ഡീസൽ വണ്ടിയുടെ നോർമൽ ഓട്ടം ഓടിയിട്ടുള്ളൂ. നമ്മളൊരു ഗുണം എന്ന് പറഞ്ഞാൽ എന്തായാലും 3 മാസം കഴിഞ്ഞാൽ എപ്പം വേണമെങ്കിലും ആളുകൾക്ക് വലിയൊരു ഡിപ്രീസിയേഷൻ ഇല്ലാത്ത രീതിയിൽ നമ്മൾ തന്നെ തിരിച്ചെടുക്കും വണ്ടി. പറഞ്ഞാൽ ഒരു 1.2 എഞ്ചിൽ നമ്മൾ സ്വിഫ്റ്റ് എടുക്കുന്നതിനെക്കാട്ടും ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. ഹോണ്ട നമുക്ക് പെട്ടെന്ന് സ്പീഡിൽ എടുത്തു പോകാൻ പറ്റില്ല. ഹോണ്ട ഒന്ന് പിടിച്ചു തുടങ്ങി പിന്നെ കയറി പോകും. അത് ഒരു എഞ്ചിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ 2 വർഷം 1 ഇയർ ഓടസ്റ്റൻഡ് കൊടുക്കുന്നുണ്ട്. 2 years. കോംപ്രഹെൻസീവ് വാറണ്ടി. ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ ഒരു എന്താ പറയാ മൈക്രോ മിനി SUV. ഹായ്, അങ്ങനെ നമ്മൾ വീണ്ടും കാർ സോൺ കാർ ആൻഡ് ബൈക്കിലേക്ക് വന്നിരിക്കുകയാണ്. 2 വർഷം വരെ വാറണ്ടി ലഭിക്കുന്ന വാഹനങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഷോറൂം ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് വെസ്റ്റിൽ അത്താണിക്കലാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിലും വാഹനങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഉള്ളിൽ പോയിട്ട് അവരോട് തന്നെ ചോദിച്ചറിയാം. കാർ ആൻഡ് ബൈക്കിൽ നമ്മുടെ കൂടെ വൈശാഖുണ്ട്. വൈശാഖ സുഖല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ. അതെ, പുതിയൊരു വീഡിയോ. ഏകദേശം ഏതൊക്കെ സെഗ്മെന്റ് വണ്ടികളാണ്? നമ്മൾ കൂടുതൽ മിക്സ് ആയിട്ടാണ് കാറ്റഗറി. എല്ലാ വീട്ടിലും പറയുന്നതാണ് നമ്മുടെ ബ്രാൻഡ് മൾട്ടി ബ്രാൻഡാണ്. തീർച്ചയായും. അപ്പോൾ ഒരേ സെഗ്മെന്റിൽ തന്നെ നമുക്ക് വാഹനം കാണിക്കാൻ വാഹനങ്ങളുണ്ട്. പക്ഷേ ചില വണ്ടികളൊക്കെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ അതിനെ കൊണ്ട് മിക്സ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, എല്ലാ സെഗ്മെന്റും ഉണ്ട്. എല്ലാ ആരെയും നിരാശപ്പെടുന്നില്ല. ഇല്ല, എല്ലാവർക്കും വേണ്ട സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ വീഡിയോയിൽ പരിമിതി ഉണ്ട് കൊള്ളിക്ക്. അപ്പോൾ അതനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വിളിക്കുകയാണെങ്കിൽ സെറ്റ് ചെയ്തു. ഓക്കെ. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ വെസ്റ്റിൽ അത്താണിക്കൽ. കറക്റ്റ് ലൊക്കേഷൻ. കോൺടാക്ട് നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഓഫേഴ്സ് കാര്യങ്ങൾ എന്തെങ്കിലും? ഓഫേഴ്സ് നമ്മൾ ഈ ഒരു മാസത്തെ നമ്മൾ മെയിനായിട്ട് ഇപ്പം ഫോക്കസ് ചെയ്യുന്നത് എക്സ്ചേഞ്ച് വണ്ടികൾക്ക്. ഓക്കെ. ഇവിടുന്ന് ഒരു പുതിയ കാറ്, പുതിയല്ല യൂസർ കാർ എടുക്കുമ്പോൾ യൂസർ കാറിന് ആദ്യമായിട്ടായിരിക്കും എക്സ്ചേഞ്ച് ബോണസ് കൊടുക്കുന്നത്. ഓക്കെ. ആ ഒരു സ്കീമാണ് നമ്മൾ ഈ മാസം പ്രൊവൈഡ് ചെയ്യുന്നത്. 10,000 മുതൽ 25,000 വരെ ഓരോ വാഹനത്തിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ അടുത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് കൊടുക്കുന്നത് ആണ് ഈ മാസത്തെ മെയിൻ കണ്ടന്റ് ആയിട്ട് വരുന്നത്. പിന്നെ 10,000 രൂപ വില വരുന്ന ഒരു വെർത്ത് എന്ന കമ്പനീൻ്റെ പോളിഷിയും. പിന്നെ അതുകൂടാതെ വേറെ എന്തെങ്കിലും ഓഫർ ഫസ്റ്റ് വീക്ക് ആയിട്ടുള്ളൂ അനൗൺസ് ചെയ്യും. എന്തായാലും അതും കൂടി എന്തായാലും കിട്ടുന്നതാണ്. നോക്കാം. ഓക്കെ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ആദ്യ വാഹനം ടാറ്റ നെക്സോൺ KL13 കണ്ണൂർ രജിസ്ട്രേഷനുള്ള നെക്സോണിൻ്റെ സെക്കൻഡ് ജനറേഷൻ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഡീസൽ വരുന്നുണ്ട് കേട്ടോ. ഡീസലാണ്, അപ്പം മൈലേജ് ഉണ്ടാവും. നല്ല രീതിക്ക് മൈലേജ്. അതുകൂടാതെ ഓട്ടോമാറ്റിക് കൂടെ അടിപൊളി. AMT തന്നെ വരിക. AMT വരുന്നതാണ്. വലിയ വ്യത്യാസം വരില്ല മൈലേജിൽ. 2022 മോഡൽ 1.5 ആണ് എഞ്ചിൻ CC വരുന്നത്. പവറും ഉണ്ട്. 2022 വണ്ടി. 2024 ആഗസ്റ്റ് വരെ മാനുഫാക്ചറിംഗ് വാറണ്ടി ഉള്ള വണ്ടിയാണ്. ഓക്കെ. 28,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. 28,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. നോർമൽ ഓട്ടം, അതായത് ഡീസൽ വണ്ടിയുടെ നോർമൽ ഓട്ടം. പിന്നെ പ്രത്യേകത പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ വണ്ടി XZ പ്ലസ് ഓട്ടോമാറ്റിക് ഡീസൽ വാഹനമാണ് നെക്സോൺ. ഒരു ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഒരു 17, 18, 19 മൈലേജ് കിട്ടും. ഇല്ലെങ്കിൽ 20 മേലെ കിട്ടണ്ടേ? ചിലപ്പോൾ 24 കമ്പനി പറയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ മൈലേജ് പറഞ്ഞാൽ മതി. 19, 20 എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. കിട്ടും. പിന്നെ ഇപ്പം ഇതിന്റെ ചെറിയ നമ്മൾ പറഞ്ഞാൽ തന്നെ ഫേസ് ലിഫ്റ്റ് ഒക്കെ മാറി ന്യൂ മോഡൽ പ്ലസ് തന്നെ വേരിയന്റ് ഇല്ല. അന്ന് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 16 രൂപേനെ എടുത്തായിട്ട് ഈ വണ്ടിക്ക് വില ഉണ്ട്. ഈ വണ്ടിക്കല്ല 15 സംതിങ് ഉണ്ട്. 15.75 ഓൺ റോഡ് അന്ന് വില ഉണ്ട് വണ്ടിക്ക്. ഈ വണ്ടിക്ക് അന്നത്തെ വില. ഓക്കെ. അന്ന് ഇറങ്ങുമ്പോൾ ഇപ്പൊ ഷേപ്പ് മാറി മൊത്തത്തിൽ നെക്സോൺ എന്താ പറയാ ഒരു ലുക്കിലേക്ക് മുമ്പ് പഞ്ചിലേക്കൊക്കെ വരുവാണ്. പഞ്ചന്നെ EV-ലേക്കൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ലുക്കിലേക്ക് വന്നു. ഡീസൽ എഞ്ചിൻ ആയതിനെ കൊണ്ട് കുറച്ച് ഡിമാൻഡ് ഉള്ളതാണ്. നെക്സോണിൽ തന്നെ ഡീസൽ കുറച്ച് ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്. എൻക്വയറി ഉള്ള വണ്ടിയാണ്. എത്ര കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കുന്ന വില 11,49,000 ചോദിക്കുന്നത്. 11,49,000. പിന്നെ അതിന് സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ വരാം. 11,49,000 പ്ലസ് 1% TCS ഉണ്ടാവും. TCS പറഞ്ഞാൽ നമ്മൾ 10 ലക്ഷം രൂപേൻ്റെ മുകളിലേക്ക് എന്ത് സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. അത് സർട്ടിഫൈഡ് ഡീലർഷിപ്പുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ലോക്കൽ ഡീലേഴ്സ് വാങ്ങാറുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളെന്തായാലും നമ്മൾ ത്രൂ ആണെങ്കിൽ അത് ചെയ്യണം. ഈ IT അടയ്ക്കുന്ന ആളാണെങ്കിൽ അവർക്ക് അടുത്ത IT റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ആ എമൗണ്ട് റീഫണ്ടബിൾ ആവും. ഓക്കെ. 1% അടക്കണം. ഓക്കെ. അപ്പോൾ എത്ര പറഞ്ഞാൽ 11,45,000 നമ്മൾ 45,49 സോറി. 11,45,000 രൂപയ്ക്ക് 2022, 2024 ഓഗസ്റ്റ് വരെ വാറണ്ടിയുള്ള ഓട്ടോമാറ്റിക് XZ പ്ലസ് 28,000 കിലോമീറ്ററോടെ ഏറ്റവും ഫുൾ ഓപ്ഷൻ നെക്സോൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം. പിന്നെ അതുകൂടാതെ എക്സ്റ്റൻഡ് വാറണ്ടി ആഗസ്റ്റ് കഴിഞ്ഞാൽ വേണമെങ്കിൽ എടുക്കുകയും ചെയ്യാം. ഡീസൽ വണ്ടിയൊക്കെ ഒന്നുകൂടി നല്ല നമ്മളെ വാറണ്ടിനെക്കാട്ടും കമ്പനി എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. ഓക്കെ. ആ 28,000 രൂപ അത്ര റഫ്യൂസ് ഒന്നുമല്ല. കാരണം അത്യാവശ്യം നല്ല ടയർസ് നല്ല ടയർസ് ബാക്കിയുണ്ട്. ഷോറൂം സർവീസ് ചെയ്തിട്ട് വാറണ്ടി ഓട്ടോമാറ്റിക്കലി കട്ടാവും. അപ്പോൾ വാറണ്ടി ഉള്ള സ്ഥിതിക്ക് എന്തായാലും പ്രോപ്പർ സർവീസ് സർവീസ് വരുന്നത് ഇപ്പോൾ 28,000 കിലോമീറ്റർ ആണ്. 30,000 കിലോമീറ്റർ അല്ലെങ്കിൽ മെയിലാണ് അടുത്ത സർവീസ് വരും. ഒരു 10-10 ലോൺ കിട്ടും. നമുക്ക് ട്രൈ ചെയ്യാം, മാക്സിമം ചെയ്യാം. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 22 വണ്ടി അതിനെ കൊണ്ട് പ്രൊഫൈലുള്ള നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നതാണ്.
അതായത് 30,000 മുകളിലൊക്കെ സാലറി ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ ബാങ്ക് ചെയ്ത് കൊടുക്കും. അതായത് നാഷണലൈസ്ഡ് ബാങ്കിൽ ഡിമിനിഷ്ഡ് റേറ്റ് ചെയ്ത് കൊടുക്കും. പുതിയ കാർ എടുക്കുന്ന അതേ റേറ്റ് തന്നെ ചെയ്ത് കൊടുക്കും. ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അടുത്ത ടാറ്റ പഞ്ച് KL13 കണ്ണൂർ രജിസ്ട്രേഷൻ തന്നെയാണ്. അതായത് ചെറിയൊരു കോമ്പാക്ട് SUV-യിൽ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗും അത്യാവശ്യം ലുക്കും എല്ലാം ഉള്ള വാഹനം. ടാറ്റയുടെ വണ്ടിക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിനും 5 സ്റ്റാർ തന്നെ പറയാം നമുക്ക്. എല്ലാ വണ്ടിയും ഓൾമോസ്റ്റ് എല്ലാം ഇതെങ്ങനെയാ 2021 മോഡൽ ക്രിയേറ്റീവ് അന്ന് ഇറങ്ങിയാൽ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ പറയാം. ടോപ്പ് ആണ് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സിംഗിൾ ഓണർഷിപ്പിൽ 40,000 കിലോമീറ്ററിന് വണ്ടി ഓടിക്കും. ഓക്കെ. 2021 മോഡൽ. ഓക്കെ. കമ്പനി സർവീസ് എല്ലാം പ്രോപ്പർ ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയർ 40,000 ഓടിയ ടയർ തന്നെയാണ് ഉള്ളത്. ടയർ നമുക്ക് വേണമെങ്കിൽ പുറകിലെ ടയർസ് കണ്ടിട്ട് നല്ല അടിപൊളിയാണല്ലോ. ടയർ ഉണ്ട്, പക്ഷേ ഓൾമോസ്റ്റ് പറഞ്ഞാൽ കുറച്ച് പുറകിൽ നല്ല കട്ടുണ്ടല്ലോ. മാറ്റിയുണ്ടോ? ഫ്രണ്ടിൽ മാത്രം. ഫ്രണ്ടിലാണ് പുതിയ ഓൾഡ് ടയർ. പുതിയ ടയറാണ്. റൊട്ടേഷൻ ചെയ്തിടാം. ശരിക്കും വേണ്ടത് ഫ്രണ്ടിലാണ് പുതിയ ടയർ വേണ്ടത്. അല്ല, ബാക്കിൽ ശരിക്കും വേണം. നല്ലൊരു ചവിട്ടി ഓട്ടുമ്പോൾ ബാക്കും പാളിപ്പോവും. പിന്നെ കുഴപ്പമില്ല. പിന്നെ 2 കൊല്ലം നമ്മളെ വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. നമ്മൾ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 7,45,000 ചോദിക്കുന്നത്. 7,45,000 2021 ക്രിയേറ്റീവ് ഏറ്റവും ടോപ്പ് എൻഡ് ടാറ്റ പഞ്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാം. മാനുവലാണ്. ഇനിയിപ്പോൾ പലരും പറയുന്നുണ്ടാവും ഇപ്പോൾ ഷേപ്പൊക്കെ മാറി ഇത് വലിയ വിലയാതാക്കാം. വന്നത് ഇലക്ട്രിക്കലാണ്, ഷേപ്പ് മാറിയിട്ട് വന്നത്. EV മാത്രമാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ഷേപ്പൊക്കെ ഈ ഷേപ്പ് തന്നെയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ വീഡിയോയിൽ കുറേ വീഡിയോ കാണുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ആളുകളെ മൈൻഡിലേക്ക് പോകും, ആ ഷേപ്പൊക്കെ മാറി എന്നുള്ളതാണ്. അപ്പോൾ എടുത്തു പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ ഷേപ്പ് ഇങ്ങനെ തന്നെയാണുള്ളത്. EV-ക്കാണ് കംപ്ലീറ്റ് ഷേപ്പ് മാറി വന്നത്. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം. അടുത്ത വണ്ടിയിലേക്കോ വീണ്ടും ഒരു ടാറ്റ നെക്സോൺ വന്നിരിക്കുകയാണ്. ഒരു രജിസ്ട്രേഷൻ മാറി. വീണ്ടും ഡീസൽ എഞ്ചിൻ കേട്ടോ. ഡീസൽ എഞ്ചിനാ? KL6 ആണിത്. KL6 2019 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി. വിത്ത് സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. അലോയിൽ ഫുൾ ഓപ്ഷൻ വണ്ടി. XZ പ്ലസ് വണ്ടി. XZ പ്ലസ് ആണ്. ഫസ്റ്റ് ഷേപ്പാണ് വന്നിട്ടുള്ളൂ. ഷോറൂമിലേക്കാണ്. കുറച്ച് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. ഡസ്റ്റ് വന്ന് കയറ്റുള്ളൂ. എന്തായാലും ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് വണ്ടിക്ക് എന്തായാലും 10 ലക്ഷത്തിന്റെ മുകളിലായിട്ട് വില ഉണ്ട്. ഡീസലാണ്. നല്ല മൈലേജ് ഉണ്ടാവും. മാനുവൽ ആയതുകൊണ്ട് തന്നെ 20ന്റെ മുകളിൽ എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. നമ്മളെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 6,90,000 ചോദിക്കുന്നത്. 6,90,000 രൂപയ്ക്ക് 2019 മോഡൽ ഡീസൽ XZ പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി. മോഡൽ 19 രജിസ്ട്രേഷൻ 19 XZ പ്ലസ് 6,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. നല്ല മൈലേജ് ഉള്ളൊരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. ഇതിനും അന്ന് ഇറങ്ങുമ്പോൾ തന്നെ 5 സ്റ്റാർ കിട്ടിയ വാഹനം. ഇറങ്ങുമ്പോൾ തന്നെ അല്ല, ഇത് ഇറങ്ങുമ്പോൾ ഞാൻ തുടക്കം 5 സ്റ്റാർ കൊണ്ടുവന്ന സാധനമാണ്. ഇന്ത്യൻ ബ്രാൻഡുകളിൽ തുടക്കം 5 സ്റ്റാർ കൊണ്ടുവന്നത് തന്നെ. ഓക്കെ. അപ്പോൾ ലോണ് നമുക്കൊരു 6,15 വരെയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. 6,15 വരെ 6,90 ആണെങ്കിൽ 70 രൂപേന്റെ ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. ഡീസൽ കുറച്ച് ഓട്ടമുള്ള ആളുകൾക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. സേഫ്റ്റിന്റെ കാര്യത്തിൽ 5 സ്റ്റാർ വന്ന് മേലാണ്. പിന്നെ പവർ അത്യാവശ്യം ഉണ്ട്. പിന്നെ മൈലേജ് 20+ പോയിട്ട് എന്തായാലും കിട്ടും. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത നിസാൻ മാഗ്നൈറ്റ് ആണ്. KL59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വാഹനം. ടർബോ ആണോ? ടർബോ അല്ല, നോൺ ടർബോ. 21 മോഡൽ. ഓക്കെ. 40,000 കിലോമീറ്ററാണ് വണ്ടി ഓടിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. SV ആണ് വരുന്നത്. ഓക്കെ. എൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വിത്ത് ക്യാമറ, എയർ ബാഗ്, ഡുവൽ എയർ ബാഗ് വിത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എല്ലാ ഫീച്ചേഴ്സും. 1 ലിറ്ററിൽ 3 സിലിണ്ടർ വണ്ടിയാണ് വരുന്നത്. അത്യാവശ്യം മൈലേജ് ഉണ്ടോ? മൈലേജ് കമ്പനി 19 സംതിങ് പറയുന്നുണ്ട്. 17 റേഞ്ചിലൊക്കെ എന്തായാലും എക്സ്പെക്ട് ചെയ്യുള്ളൂ ലോങ് ഡ്രൈവ് ഒക്കെ ആകുമ്പോൾ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടി, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. മാനുവൽ ആണ്. ഓട്ടോമാറ്റിക്കലാണെന്ന് തോന്നുന്നത് ടർബോ വരുന്നത്. ഓട്ടോമാറ്റിക്കലാണ് ടർബോ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇത് ഇന്ന് ഇറങ്ങുന്ന വില സമയത്ത് ഏകദേശം 9 ലക്ഷം റുപ്യേൻ്റെ റേഞ്ചിലായിട്ട് വില ഉണ്ടായിരുന്നു. ഓക്കെ. നമ്മളിപ്പോൾ ചോദിക്കുന്ന വില പറഞ്ഞാൽ 6,80,000 ചോദിക്കുന്നത്. 6,21,000. ഓക്കെ. 2021 മോഡൽ 40,000 കിലോമീറ്റർ ഓടിയ മാഗ്നൈറ്റ് ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ നടക്കാം. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. ഇതിൽ വാറണ്ടി കഴിഞ്ഞോ? കമ്പനി വാറണ്ടി 23 വരെ ആയിരിക്കും ഉണ്ടാകുക. 2 ഇയർ ആണ് ഉണ്ടാകുക. നമ്മളെ വാറണ്ടി എന്തായാലും 2 വർഷം അല്ലെങ്കിൽ 25,000 കിലോമീറ്റർ പ്ലസ് 1 ഇയർ റോഡ് അസിസ്റ്റന്റ് എന്തായാലും കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പോൾ ലോൺ എത്ര കയറും? ലോൺ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഒരു 6 ലക്ഷം രൂപ 6,000 വരെയൊക്കെ ചെയ്യാൻ പറ്റും. ടാറ്റ ടിയാഗോ KL76 രജിസ്ട്രേഷനുള്ള വാഹനമാണ്. 76 വരുന്ന വെച്ചാൽ നമ്മുടെ നാട്ടിലാണ്. ഓക്കെ, പറഞ്ഞോളൂ. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. XZ ആണ് വരുന്നത്. XZ പ്ലസിലേക്ക് വരുന്നില്ല. XZ തൊട്ട് താഴെ. വ്യത്യാസം പറഞ്ഞാൽ അലോയിൽസ് ഉണ്ടാവില്ല. ഈ സ്റ്റീരിയോയിൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ ക്യാമറ ഉണ്ടാവില്ല, സെൻസർ മാത്രമേ ഉണ്ടാവും. അതേ ഉള്ളൂ വ്യത്യാസം. ബാക്കി ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷനായി കമ്പയർ ചെയ്യുമ്പോൾ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ടാവും. പിന്നെ ഇപ്പോഴത്തെ ഇതിൽ XZ എന്ന് പറഞ്ഞാൽ വരുന്നുണ്ട്. ഇപ്പം ലൈവിൽ ഇറങ്ങുന്നില്ല. XZ പ്ലസ് മാത്രം ഇപ്പോൾ ഉണ്ട്. നെക്സ്റ്റ് കഴിഞ്ഞാൽ നേരെ XZ പ്ലസിലേക്കാണ് വണ്ടി വരുന്നത്. XZ എന്ന് പറഞ്ഞാൽ വരുന്നില്ല.
ഇറങ്ങുന്ന സമയത്ത് 2023 എക്സെറ്റ് എന്നാണ് പേരിൽ നിർത്തുന്നത്. ഏകദേശം 8 ലക്ഷം റുപ്യ അന്ന് വില ഉണ്ട്. ഒരു 750 റേഞ്ചിലൊക്കെ ഈ വണ്ടിക്ക് എന്തായാലും ഇറങ്ങും വില ഉണ്ട്. ഓക്കെ, ഇറങ്ങുമ്പോൾ 7.5 ലക്ഷത്തിന്റെ വണ്ടിയാണ്. ഇപ്പം നമുക്ക് എത്ര കൊടുക്കാം? നമ്മൾ 585 വിൽക്കാം. 5,85,000 വിത്ത് 2 ഇയർ വാറണ്ടി, 1 ഇയർ റോഡ് എക്സ്ചേഞ്ച്. റീപ്ലേസ്മെന്റ് പറഞ്ഞാൽ ഫ്രണ്ട് ബമ്പർ എന്തോ മേജറായിട്ടൊന്നുമില്ല, ബമ്പർ എന്തോ മാറിയിട്ടുണ്ട്. അത് ക്ലെയിം ചെയ്താണ്. ഷോറൂം ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി. 2 കൊല്ലം വാറണ്ടി കാര്യങ്ങൾ. 40,000 കിലോമീറ്റർ പെട്രോൾ എഞ്ചിൻ. ന്യൂ ഷേപ്പ് വണ്ടിയാണ്. BS6 വരുന്നത്. ഓക്കെ, അത്രയുള്ള കാര്യങ്ങൾ. എത്രക്ക് ലോൺ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് 5,400 വരെ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഹോണ്ടയുടെ ജാസ് ആണ്. KL 13 കണ്ണൂർ രജിസ്ട്രേഷനുള്ള ഹോണ്ടയുടെ ജാസ്. പെട്രോൾ ആണോ? പെട്രോൾ എഞ്ചിൻ ആണ്. 2016 മോഡലാണ് വരുന്നത്. SV വേരിയന്റ് ആണ്. ഓക്കെ, 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, ഡുവൽ എയർ ബാഗ്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഉണ്ടാവും. മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരും. മിറർ ഇൻഡിക്കേറ്റേഴ്സ് മിറർ അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 75,000 കിലോമീറ്റർ ആണ് വണ്ടി. 2016 എന്ന് പറയുമ്പോൾ 7 വർഷം കൊണ്ട് നോർമൽ കിലോമീറ്റർ. ഹോണ്ടയുടെ എഞ്ചിനൊന്നും പ്രത്യേകിച്ച് നമ്മൾ പെട്രോൾ എഞ്ചിനൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഓടിക്കോളും. കറക്റ്റ് സർവീസ് ചെയ്ത് കൊടുക്കാം. വാറണ്ടി കൊടുക്കാൻ പറ്റും. 1 ഇയർ വാറണ്ടിയും 1 ഇയർ റോഡ് സൈഡ് എക്സ്റ്റൻഡ് കൊടുക്കാൻ പറ്റും വണ്ടിയാണ്. അതിലേക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഹോണ്ടല്ലേ? ഹോണ്ടനെ പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ജസ്റ്റ് സർവീസ് ഉണ്ടോ എന്ന് നോക്കും. പിന്നെ നമ്മളൊരു ഇൻസ്പെക്ഷൻ നടത്തും. അതിൽ തന്നെ ഏകദേശം ക്വാളിറ്റിയുള്ള വണ്ടിയാണെങ്കിൽ നമുക്ക് ധൈര്യം മനസ്സിലാവും. അപ്പോൾ അത് നോർമൽ ഔട്ടാണ്. വാറണ്ടി കൊടുക്കാമല്ലോ? 1 ഇയർ വാറണ്ടിയും 1 ഇയർ റോഡ് സൈഡ് എക്സ്റ്റൻഡ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളെ ഒരു കൺഫർമേഷൻ ആയിട്ടില്ല. നമ്മളെ 1 ഇയർ വാറണ്ടിയിൽ നമ്മൾ സാറിന് എഞ്ചിനും ഗിയർ ബോക്സാണ് കൊടുക്കുന്നത്. അത് കോംപ്രഹെൻസീവ് വാറണ്ടിയിലേക്ക് ആയി മാറാനുള്ള സാധ്യതകളുണ്ട്. കോംപ്രഹെൻസീവ് വാറണ്ടി പറഞ്ഞാൽ ആരും കൊടുക്കാത്ത വാറണ്ടിയിലേക്ക് വരും. 1 ഇയർ വാറണ്ടിയിൽ എഞ്ചിന്, ഗിയർ ബോക്സ്, ഇലക്ട്രിക്കൽ ഐറ്റംസ്, സ്റ്റിയറിംഗ് കോളം, AC കമ്പസർ, സെൻസേഴ്സ്, ആക്സിൽ, സസ്പെൻഷൻ ഈ സാധനം വരും. ഇവരുടെ 2 ഇയർ വാറണ്ടി എന്ന് പറയുന്നതിൽ 1 ഇയർ കോംപ്രഹെൻസീവ് വാറണ്ടിയാണ് ഈ പറയുന്നത്. ആ സെയിം സാധനം തന്നെ 1 ഇയർ വാറണ്ടിയിലേക്കും വരാൻ വേണ്ടിയിട്ട് പോവാണ്. അത് കൺഫേം ആയിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞത് നോക്കാം. നമുക്ക് കൺഫേം ആയാൽ അടിപൊളി കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഇനി എന്തെങ്കിലും പണി കിട്ടിയാൽ, കാരണം ഒരു ഇതിനൊക്കെ 20,000 30,000 ഒക്കെ വെച്ച് പോകേണ്ടടുത്ത് വാറണ്ടിയിൽ ക്ലെയിം ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, പറഞ്ഞോളൂ. പ്രൈസിങ് എങ്ങനെയാണ്? പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 4,90 ആസ്കിംഗ് പ്രൈസ് ആണ്. നമുക്കൊരു 4,40 വരെയൊക്കെ ലോണും ചെയ്തിട്ടുണ്ടോ? ഒരു 50,000 കണ്ട ഇറക്കാൻ പറ്റിയ ഒരു അടിപൊളി. ഒരു 1.2 എഞ്ചിൽ നമ്മൾ സ്വിഫ്റ്റ് എടുക്കുന്നതിനെക്കാട്ടും ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. ഡുവൽ എയർ ബാഗ് വന്ന്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങൾ, പിന്നെ ഹോണ്ട പറഞ്ഞ കമ്പനിയുടെ ഹോണ്ടയുടെ വേറെ ബ്രാൻഡ് ഐവി ടെക്കിന്റെ വേറൊരു പ്രത്യേകത ഞാൻ പേഴ്സണലി ഓടിക്കുന്നുണ്ട്. ഞാൻ പറയാണ്, നമ്മളിപ്പോൾ ഹോണ്ട നമുക്ക് പെട്ടെന്ന് സ്പീഡിൽ എടുത്തു പോകാൻ പറ്റില്ല. ഹോണ്ട ഒന്ന് പിടിച്ചു തുടങ്ങി പിന്നെ കയറി പോകും. അത് ഒരു എഞ്ചിന്റെ പ്രത്യേകതയാണ്. പിടിച്ചു തുടങ്ങണം. പിടിച്ചു തുടങ്ങി അവരൊക്കെ സ്ലോയില് പോകും. പിന്നെ ആ ഒരു ഓട്ടത്തിൽ അങ്ങ് നല്ല പവറാണ് വണ്ടിക്ക്. ഓക്കെ, എന്തായാലും മാക്സിമം ലോണും കിട്ടുന്നുണ്ട്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. മാരുതി സുസുക്കിയുടെ എക്സ്പ്രസോ ആണ്. KL 59 കണ്ണൂർ തന്നെ, ജില്ല തളിപ്പറമ്പാണ് രജിസ്ട്രേഷൻ. ഒന്ന് മാറി പിടിച്ചു. KL 13 അല്ല, KL 59 അല്ല 13 ഞങ്ങൾ മാറിയിട്ട് 59 തളിപ്പറമ്പിലേക്ക് പിടിച്ചു. കണ്ണൂർ മോഡല് VXI പ്ലസ് AGS കിട്ടോ. ഓട്ടോമാറ്റിക് ഗിയർ ആണ് വണ്ടി വരുന്നത്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ 20,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവർ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വിത്ത് ക്യാമറ, ടച്ച് സ്ക്രീന്, ഡ്യുവൽ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്ന സാധനമാണ്. 1000 cc 15 വാട്ട് റേഞ്ചിൽ മൈലേജ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. മാരുതിൻ്റെ ട്രൂ വാല്യൂ പോലുള്ള സെഗ്മെന്റിൽ പോവുകയാണെങ്കിൽ 1 വർഷം നിങ്ങൾക്ക് വാറണ്ടി കിട്ടും. നമ്മൾ 2 വർഷം 1 ഇയർ റോഡ് എക്സ്റ്റൻഡ് കൊടുക്കുന്നുണ്ട്. 2 years കോംപ്രഹെൻസീവ് വാറണ്ടി. എഞ്ചിൻ ഗിയർ ബോക്സ് മാത്രമല്ല, AC കമ്പസർ, സെൻസേഴ്സ്, ആക്സിൽ, സസ്പെൻഷൻ, ഒരുവിധം പാർട്സുകളൊക്കെ വാറണ്ടി. അടിപൊളി. പിന്നെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക. 4,74 നമ്മൾ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട്. പുതിയതിന് 6,70,000 മുകളിൽ വില ഉണ്ട്. നമുക്കൊരു 4,4 വരെയൊക്കെ ലോൺ എടുക്കാം. 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ ഒരു എന്താ പറയാ, മൈക്രോ മിനി SUV. പറഞ്ഞൂടാ, മൈക്രോ മിനി അങ്ങനെയൊക്കെ പറയാം. കൂടുതൽ ലേഡീസ് പ്രിഫറൻസിന് പറ്റിയ വണ്ടിയാണ്. പിന്നെ ഹൈറ്റൊക്കെ ഉള്ള ആളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ പറ്റിയ വണ്ടിയാണ്. ശരിയാ, വീട്ടിലേക്ക് ഒരു ചെറിയ സെഗ്മെന്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടി. ഓക്കെ, അടുത്ത KL 13 കണ്ണൂർ വണ്ടി തന്നെയാണ്. ഇവർക്ക് കണ്ണൂരിനോട് വല്ലാത്തൊരു കണ്ണൂർ ആയിക്കോട്ടെ, ഫുള്ള് കണ്ണൂരിൽ കണ്ണൂർ വണ്ടി കാട്ടും. ഹ്യുണ്ടായി നിയോസ് ആണ് 2021 മോഡൽ. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. AMT ആണ്, AT അല്ല. ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് മോഡലിൽ വരുമ്പോൾ മൈലേജ് കൂടാൻ വേണ്ടിയിട്ട് AMT എന്ന സെഗ്മെന്റിലേക്ക് വണ്ടി വരാൻ തുടങ്ങി. സ്പോർട്സ് ആണ് വരുന്നത്. കാപ്പ എഞ്ചിനാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 28,000 കിലോമീറ്റർ. 28,000 കിലോമീറ്റർ. ആ ഒരു ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഡുവൽ എയർ ബാഗ്. നമ്മുടെ ഐട്ടൺ ഗ്രാൻഡിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ മൈലേജ് കിട്ടും. അതാണ് ഐട്ടണിലെ 80 ഗിയർ ബോക്സിന് പകരം ഇതിലേക്ക് AMT ആക്കി. പക്ക AMT മോഡിലേക്ക് വരാൻ തോന്നുന്നു. പറയുന്നത് ബലാനോ എല്ലാ ഒരുവിധം വണ്ടിയൊക്കെ മൈലേജ് 14 കിട്ടും.
പിന്നെ കുറച്ചുകൂടി കംഫർട്ട് എനിക്ക് തോന്നുന്നു ലേഡീസിന് പറ്റിയൊരു വണ്ടിയാണ്. സിറ്റി കുറവായിരിക്കും, അതായത് ലേഡീസിന് ഒന്നുകൂടി കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ആകെ പറഞ്ഞാൽ ഒരു കമ്പനിയായിട്ട് വരുന്ന സീറ്റ് തന്നെയാണുള്ളത്. അല്ലെങ്കിൽ സീറ്റ് കവർ ഇട്ടാൽ ഒന്നുകൂടി ബെറ്ററായി ലുക്കാവും. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 23 വരെ ആയിരിക്കും നോർമൽ വാറണ്ടി, കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ 24 ആയല്ലോ. ഓപ്ഷൻ പറഞ്ഞിരുന്നു സ്പോർട്സ്. അപ്പോൾ നമ്മളെ വാറണ്ടി ആയിരിക്കും ഇതിന് ഉണ്ടാകുക. പുതിയ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 9 ലക്ഷത്തിൻ്റെ മുകളിലായിട്ട് വില ഉണ്ട്. ഇറങ്ങുന്ന സമയത്ത് എന്തായാലും 9ന്റെ റേഞ്ചിൽ വരണ്ടോ? അല്ല ഇപ്പോൾ ഇല്ല, നിയോസ് റണ്ണിങ് ആണ്. നമ്മളെ ആസ്കിംഗ് വില പറഞ്ഞാൽ 6,95 ഉപയോഗിക്കുന്നത്, 6,95,000. 2021 സ്പോർട്സ് നിയോസ് ആണ്, ഓട്ടോമാറ്റിക് വാഹനം. 6,95,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ, ഒരു 6 ലക്ഷം വരെ ലോണും ചെയ്തെടുക്കാം. 95,000 1 ലാഖിൻ്റെ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറങ്ങി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ വൈശാഖേ. ഇനി നമുക്ക് സെക്കൻഡ് വീക്കിലായിട്ട് നമുക്ക് വേറൊരു വീഡിയോ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വീക്കായിട്ട് ഒരു 14-15 ശേഷമായിട്ട് നമ്മളൊരു സെക്കൻഡ് ഒരു എപ്പിസോഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ മാക്സിമം നമ്മളൊരു SUV കാറ്റഗറി ഒരു റേഞ്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം അന്നപ്പോൾ ഉണ്ടാകുന്ന വണ്ടികൾ പുതിയ സ്റ്റോക്ക് കൂടി അതിൽ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മിക്സ് ആയി പോകും. അങ്ങനെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും വണ്ടി എടുക്കാൻ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടാം അല്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ്, ബൈ.